കുഴിഭാഗം എന്താണ് പിന്നെന്താ 22 ക്യാരറ്റ് അങ്ങനെയല്ല ഇവിടെ ഉണ്ടാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞങ്ങൾ UK നിന്ന് പർച്ചേസ് ചെയ്യുന്നത്, ഇവിടുത്തെ പർച്ചേസിങ് രീതികൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ ഈ പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മളിവിടെ UK വന്നിട്ട് ഇപ്പം ഒരു 3 വർഷം അല്ലേ, 3 വർഷത്തിൻ്റെ അടുത്തായി, 3 വർഷത്തിന് മുകളിലായിരുന്നു എനിക്ക് തോന്നുന്നു. 3 വർഷമായി ഇവിടെ UK വന്നിട്ട്. അപ്പം ഈ 3 വർഷം നമ്മളിപ്പം എങ്ങനെയാണ് ഇവിടെ പർച്ചേസിങ് ഒക്കെ നടത്തിയത് എന്നൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. മെയിനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ 4 സ്ഥലങ്ങളിലാണ്. ഒന്ന് കോസ്കോ, അതാണ് നമ്മുടെ മെയിൻ സ്ഥലം. രണ്ടാമത് ടെസ്കോ, അസ്ത, പിന്നെ ഹൽദി. ഈ 4 സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം കോസ്കോയിലാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം കോസ്കോയിൽ എൻട്രിക്ക് വരെ നമുക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കോസ്കോ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സാധാരണ നമുക്ക് ചെറുതായിട്ട് പർച്ചേസ് ചെയ്യാനും, ഒന്ന് ബിസിനസ്സിനായിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാനും. ഈ 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ബിസിനസ്സിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആകെ 2 പേരെ ഇവിടെ ഉള്ളൂ. അപ്പം പിന്നെ എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളോ വരുന്നവരാണ് നമ്മൾ ബിസിനസ്സിൽ പോവാറ്. അപ്പം ചെറുത് മതി നമുക്ക്, കാരണം ഞങ്ങൾ 2 ആൾക്കാരല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി, ഫംഗ്ഷൻസ്, അങ്ങനത്തെ ഇഷ്യൂസ് അങ്ങനത്തെ പരിപാടി വരുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ബിസിനസ് പോയി പർച്ചേസ് ചെയ്യും. അതാവുന്നേരം കുറച്ചും പാട് ബൾക്കായിട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കല്യാണം അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മോഡലാണ് ബിസിനസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കോസ്കോയിലേക്കാണ്. കോസ്കോയിൽ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടുത്തെ പർച്ചേസിങ് കാര്യങ്ങൾ, റൈറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ നാട്ടിൽ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് വഴി അറിയില്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പാണ്. ഇവിടെ UK ഗൂഗിൾ മാപ്പ് ഉണ്ട്, പക്ഷേ അതിനെക്കാട്ടും കുറച്ചും പാടെ ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതായത് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് വൈസാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ വൈസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഗൂഗിൾ ചേച്ചി പറഞ്ഞു കഴിയട്ടെ. In 900 feet. Turn right onto A428 Lawford Road. ഓക്കെ, അപ്പം ഈ വൈസിനെ കൊണ്ടുള്ള യൂസേജ് എന്താന്ന് വെച്ചാൽ ഈ വൈസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പോകുന്ന റോഡിലുള്ള സ്പീഡ് ലിമിറ്റ്, ക്യാമറ, പിന്നെ പോലീസുകാർ റോഡിൽ എവിടെയെങ്കിലും ഉണ്ടോ, റോഡ് പണി നടക്കുന്നുണ്ടോ, സകല കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പിനെക്കാട്ടും കുറച്ചും പാട് അപ്ഡേറ്റഡ് ആണ്. ഗൂഗിൾ മാപ്പിൽ റൂട്ട് കാണിക്കും, പക്ഷെ അതിനകത്ത് സ്പീഡ് ലിമിറ്റ് മാത്രമേ കാണിക്കുള്ളൂ. എവിടെയാണ് ക്യാമറയുള്ള കാര്യങ്ങളൊന്നും കാണിക്കൂല. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് സ്പീഡിൽ പോകുന്ന സമയത്ത് ഉപയോഗിക്കാനൊക്കെ എളുപ്പം. എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു കുറച്ചും പാട് ബെറ്റർ ഇതാണ്, വൈസാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കോസ്കോയിലേക്ക് പോവാം. വണ്ടി എടുത്ത് പോട്ടെ. കോസ്കോ എത്തി. ആ കാണുന്നതാണ് കോസ്കോ. കാണുന്നതാണ് കോസ്കോ. കോസ്കോന്റെ കാപ്പാക്കിയും കാണുന്നതിന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ എത്രത്തോളം സ്ഥലമാണ്. You've arrived. Destination is on your right. ഗൂഗിൾ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ ഓൺ റൈറ്റ്. നിങ്ങൾ വേറെ പറയണ്ട. ഇത്ര ദൂരം നടക്കണം.
അതെ പാർക്കിംഗ് ഇല്ല, അതുകൊണ്ടാണ്. കോസ്കോന്റെ പെട്രോൾ പമ്പ്. ഞാൻ ആരാ ഉള്ളത് ഇനിയിപ്പോ വീഡിയോ എടുക്കാൻ? ഞാൻ കണ്ടില്ല. ഫൈനലി നമ്മളുടെ കോസ്കോ എത്തിയപ്പോൾ കണ്ടൊരു മാരക സാധനം. കാറ് പാർക്ക് ചെയ്തപ്പോൾ ആരും കണ്ണിലടക്കിയൊരു സാധനമാണ്. യമഹേൻ്റെ ഏതാ മോഡലെന്നൊന്നും അറിയില്ല, പക്ഷെ മാരക സാധനമാണ്. നമ്മളുടെ കോസ്കോയിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ഇതാണ് എൻട്രി കാർഡ്. ഇങ്ങനെ കോസ്കോൻ്റെ ഒരു കാർഡ് ഉണ്ടാവും. ആ കാർഡ് 3 ടൈപ്പ് കാർഡുകളുണ്ട്. 3 ടൈപ്പ് യൂസേജാണ് വരുന്നത്. യൂസേജ് ഓൾമോസ്റ്റ് സെയിമാണ്. പക്ഷേ 3 ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, ഓരോ കാറ്റഗറിയാണ്. ചെറിയ എമൗണ്ട്, പിന്നെ അതിൻ്റെ വലുത്, അങ്ങനെ 3 കാറ്റഗറി എമൗണ്ടാണ് വരുന്നത്. എൻട്രി ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇവിടെ സ്കാൻ ചെയ്യണം. അത് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ കിട്ടും. ഇലക്ട്രിക് ഐറ്റംസ് മുതൽ, അതായത് നമുക്കൊരു മനുഷ്യന് വേണ്ട ഒരുവിധ എല്ലാ സാധനങ്ങളും, ബാറ്ററി സെറ്റ് സാധനങ്ങൾ, ഇലക്ട്രിക് ഐറ്റംസ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. നമ്മൾ വീട്ടിലുള്ള TV മേടിച്ചത് ഇവിടുന്നായിരുന്നു. ഈ ലാസ്റ്റ് 0.99 വരുന്നില്ലേ, അതായത് ജസ്റ്റ് ഈ 9 വരുന്നത് നോക്കിയാൽ മതി. ഈ 9 വരുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരേ പ്രൈസ് ആയിരിക്കും. അതേ സമയത്ത് ഇവിടെ ഒരു 25 കാണിക്കുന്നതാ. ഈ 25ൻ്റെ ഇവിടെ ഒരു സ്റ്റാർ കാണുന്നില്ലേ, ആ സ്റ്റാർ ഇട്ടത് ചീപ്പസ്റ്റ് പ്രൈസാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് റീസ്റ്റോക്ക് ചെയ്യൂല. അതായത് ഈ ഒരു പീസ് സെയിലായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ്. അങ്ങനെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസും പ്രോഡക്റ്റും മനസ്സിലാക്കാൻ കഴിയുക. സ്റ്റാർ കാണിക്കുന്നുണ്ടോ? ഇവിടെ 00 ചെയ്യുന്നില്ല, ഇതൊരു ടെക്നിക്കാണ്. ഇതൊരു സ്റ്റാറോ അല്ലെങ്കിൽ 00 ആണെങ്കിൽ ഇതിന് റീസ്റ്റോക്ക് ചെയ്യാത്ത ഐറ്റംസ് ആയിരിക്കും. ഗൈസ്, നാട്ടിലെ പടക പീടിയ ഇവിടെ ഇത് ഫയർ വർക്കിനുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. സ്റ്റാൻഡേർഡ് പ്രൈസ് ഇവിടെ എഴുതിയുണ്ടോ? സ്റ്റാൻഡേർഡ് ഫയർ വർക്ക് ഒക്കെ 99 എൻഡ് ചെയ്യുന്നു. ഗോൾഡിൻ്റെ ബാറാ ഇവിടെ 916 എന്താണ്, പിന്നെന്താ 22 ക്യാരറ്റ് അങ്ങനെയല്ല ഇവിടെ ഉണ്ടാവും. ഇവിടെ ഗ്രാം കാണും, 50 ഗ്രാം, 100 ഗ്രാം. ഇപ്പം ഇത് നാട്ടിലെ 3,55,000 ചില്ലറ, മറ്റേത് 7,00,000 ചില്ലറ. ഇത് നോ റിട്ടേൺസ് ആയിരിക്കും, പക്ഷെ വാങ്ങിയതാ. 1899 കാഡ്ബറീസിന്റെ കോഫി പൗഡർ. ഡ്രിങ്ക് വരുന്നേ, കോഫി പൗഡർ അല്ല, കോഫി പൗഡർ. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ആരോ സാമ്പിള് തോണ്ടിക്കൊണ്ടുപോയതാ. 977 വരുന്നത്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫുള്ള് ഡ്രസ്സുകളാണ് മെയിനായിട്ട് വരുന്നത്. പല റേഞ്ചിൽ വരുന്ന ഡ്രസ്സുകളുണ്ട്. ജാക്കറ്റൊക്കെ അത്രയും വില കുറവാണ്. വില കുറവൊന്നും പറയാനില്ല, ഒരു ഓക്കെ ലെവലാണ്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് വരുന്നത്, വലിയ മോശമൊന്നുമില്ല. പാൻസിന് വരുന്നത് 1444. കുഴപ്പമില്ല. നമ്മളിവിടുന്ന് ജാക്കറ്റാണ് മെയിനായിട്ട് വാങ്ങുന്നത്. പിന്നെ ഓഫർ ഉണ്ടാവുന്നേരം ഷർട്ടുകൾ എടുക്കാറുണ്ട്. ഇത് എന്തൊക്കെ ഓഫറുണ്ട് ഇവിടെ, കുഴപ്പമില്ലല്ലേ. 2 ഷർട്ട് ഒന്നായിട്ടുള്ളതാണ്, ടീഷർട്ടും ഷർട്ടും പാടെ. ഞാനൊരു ഷർട്ട് എടുത്തു. ഇതേതാ സൈസ്? ഇത് XL ആണ്. മീഡിയം ഉണ്ടോ? എനിക്ക് ലാർജ് പോലെ. മീഡിയം വേണോ? മീഡിയം വേണം, ലാർജ് എടുക്കാം. അപ്പോൾ ഒരു മീഡിയം എടുത്താൽ മതി. മീഡിയം ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഈ ഓയിൽ ഉണ്ടല്ലോ, ഈ ഓയിലിന് വരുന്നത് 5 ലിറ്ററിന് 30 റുപ്യാണ് വരുന്നത്. ഞാൻ ഈ ഓയിൽ ഇങ്ങോട്ട് കോസ്കോയിലേക്ക് വരാൻ മടിച്ചിട്ട് എളുപ്പത്തിന് അവിടുന്ന് മേടിച്ചത് 50 റുപ്യക്കാണ്. പക്ഷെ സോറി 50 പൗണ്ടിനാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് മനസ്സിലായത് ഇത്ര ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്രിസ്മസ് ആവാനായപ്പോഴത്തേക്ക് കോസ്കോയിൽ വന്നതാണ്. ഈ ഒരു സെറ്റിന് വരുന്ന ഒരു
ഷാർജ എന്ന് പറയുന്നത് 24 പൗണ്ടാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ വേറെയും ഡിസൈനുകൾ അവിടെ ഉണ്ട്. എപ്പോഴും വാങ്ങുന്ന ഒരു സാധനമാണ്, പുറത്ത് വന്നാൽ വാങ്ങുന്ന ഒരു സാധനം. മൂന്നെണ്ണം ഒരു പാക്കിന് വരുന്നത് 2.49. അടുത്ത തുള്ളി 6.49. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഈ ഒരു റേഞ്ചിൽ കിട്ടും. കാരണം പുറത്തുനിന്ന് വാങ്ങുന്ന ഒന്നാമത് ചെറുത് വരുന്നത് ഇപ്പോൾ വലുതുണ്ടെങ്കിൽ അതിന് കുറച്ച് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമാണ്. പക്ഷേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ കോസ്കോയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് നല്ല ഫ്രഷ് കിട്ടി. ഏത് ഫ്ലേവർ വേണം. ഇതിനാകെ വരുന്നത് 16 റുപ്യ വരുന്നത്. പക്ഷേ പുറത്തുനിന്ന് 16 പൗണ്ടിന് എന്തായാലും ഈ ഒരു സാധനം കിട്ടില്ല. ഇതുവരെ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ്. എന്താണെന്നല്ല, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് അതായത് വെയിറ്റിനനുസരിച്ചിട്ട് ചെറിയ എമൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇനി അടുത്തത് ബീഫ്. ഇവിടുത്തെ ബ്രിട്ടീഷ് ബീഫാണ്. ഇതാണ് നമുക്കിനിപ്പോൾ അടുത്ത് വേണ്ടത്. ബീഫ് ഇപ്പോൾ KGക്ക് വരുന്നത് 11.99 ആണ്. പക്ഷേ 1 kg മാത്രമായിട്ടുള്ള സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. 1 കിലോ എന്ന് പറഞ്ഞിട്ടുള്ള പാക്കിംഗ് ഉണ്ടാവില്ല. എല്ലാം മിനിമം വരുന്നത് 2 കിലോൻ്റെ മുകളിലേക്കാണ് ഒക്കെ വരുന്നത്. ഈ കാണുന്നതാണ് മാനിറച്ചി. 500 ഗ്രാമാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ്? ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇല്ല, 7.99 വരുന്നത്. 7.99 ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. കുറച്ചും പാടെ ഹെവി ആയിട്ടുള്ള മീറ്റ്, ഈ 2 കിലോ ഷോൾഡർ മീറ്റ്. നമ്മളിപ്പോൾ ഉള്ളത് ഫിഷിൻ്റെ സെക്ഷനിലാണ്. നമ്മളിത് ഒരു ഫിഷ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് വരുന്നത് 13.45 വരുന്നത്. 1 കിലോ, 1 കിലോയും ചില്ലറയുണ്ട്. ഗൈസ്, ഒരുപാട് മീനുകളുണ്ട്. നമുക്ക് എന്തായാലും മീനൊന്നും മതി. കാരണം എന്താ വെച്ചാൽ ഇനി അടുത്തത് നമുക്ക് ഇത് വാങ്ങാനുള്ളതാണ്. ബീഫ് വാങ്ങാനുള്ളതാണ്. ബീഫ് വാങ്ങണം. ഫ്രഷ് സാൽമൺ 16, 19 ആ റേഞ്ചൊക്കെ ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഇതാണ് പോർക്ക്. അപ്പോൾ KGക്ക് 7 പൗണ്ടാണ് വരുന്നത്. അത് ഓരോ പാർട്ടിനനുസരിച്ചിട്ടും KGക്ക് അനുസരിച്ചിട്ടും മാറും. ഇത് ചിക്കൻ്റെ സെക്ഷനായി. നമ്മൾ ചിക്കൻ എടുക്കണോ വേണ്ടെന്നുള്ള ആലോചനയാണ്. താങ്ക്. ഇവിടെയാണ് ഇപ്പോൾ ചിക്കൻ വരുന്നത്. ചിക്കൻ വന്നു ഗൈസ്. ചിക്കൻ്റെ ചിറക്. പിന്നെ നമ്മളെ നാട്ടിൽ മറ്റേ ചെറിയ ചിക്കല്ലേ, ഏത് മറ്റേ ചെറിയ കോഴി, അതാണ് ഇവിടുന്ന് നമ്മളിപ്പോൾ ചിക്കൻ എടുക്കണമെന്ന്. കുഞ്ഞു ചിക്കൻ 2 എണ്ണം വരുന്നത് കേട്ടോ. 2 എണ്ണത്തിന് 9 റുപ്യ. സോറി 9 റുപ്യ, 9 പൗണ്ട്. 2 ചിക്കനിൽ വേണ്ടല്ലോ. സിംഗിളില്ല. അത് വരുന്നത് 9, 8, 7.85, 9.40 ഗൈസ്. പിന്നെ അതെ ഡക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മേടിച്ചിട്ട് ബുദ്ധിമുട്ടിയതാ തൊലി പൊളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധനം. ഇത് ഒന്നിന് ഫുൾ ഡക്കിന് വരുന്നത് 9.38, 9 അറൗണ്ട് 10-ൻ്റെ ഉള്ളിലും. പീസിന് വരുന്നത് എത്രയാണ്? ഫുള്ള് ചെറിയ ചെറിയ പീസ് ഗൈസ്. ഡക്ക് ഒരു ഫുൾ ഡക്കിന് വരുന്നത് എത്രയാണ്? 9 അറൗണ്ട് 10-ൻ്റെ ഉള്ളിലാണ് ഫുൾ ഡക്കിന് വരുന്നത്. പിന്നെ ഡക്കിൻ്റെ പീസ് ഉണ്ട്, അത് വേറെ ആയിട്ടുണ്ട്. പീസ് വേണ്ടവർക്ക് പീസ് എടുക്കാം, ഫുൾ ഡക്ക് വേണ്ടവർക്ക് ഫുൾ ഡക്ക് എടുക്കാം. ബോൺലെസ് സ്കിൻലെസ് ആയിട്ടുള്ള തൈ ചിക്കൻ. ചിക്കൻ്റെ തൈ ആണ്. 569 ഉള്ളൂ പെർ kg. ഇത് തന്നെ 2 kg ഉണ്ടാവും. 2+ ചില്ലറ ഉണ്ടാവും. സ്കിന്നെല്ലാം കളഞ്ഞിട്ടുള്ളത്. ഇത് വിത്ത് സ്കിന്നാണ്.
ഗൈസ് ഫുൾ ചിക്കൻ വരുന്നത് 399 ഫുള്ള് ഇതാക്കിയിട്ടുള്ള. നമ്മളിപ്പം കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ എടുത്ത് ഇതിനാകെ 6 സംതിങ് വരുന്നത്. 649 വരുന്നത്. ഗൈസ് ക്രിസ്മസ് ആവാനായി ക്രിസ്മസിൻ്റെ ഗിഫ്റ്റാണ്. വൈന്, ബിസ്ക്കറ്റ്സ് എല്ലാം പാടെ വരുന്നത്. ഇത് ഫുഡ് സെക്ഷനാണ്. ഫുഡ് നമുക്ക് ഇവിടുന്ന് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബേക്ക് ചെയ്തതും ബേക്ക് ചെയ്യാത്തതായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ ഫുഡ്. ഇത് നമ്മളെ വീട്ടിലേക്കുള്ള എന്താ പറയുക വാഷിംഗ് പൗഡർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ നിന്നാണ് സാധനങ്ങൾ എടുക്കൽ. ഓൾറെഡി നമ്മളിത് ഒരു പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തേക്കൊന്നും എടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറേ ഭാഗങ്ങൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കടലുമാതിരി പരന്ന് കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്തൊക്കെ എടുത്താലും എന്താ പറയുക എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ വല്ലാതെ ലെങ്ത് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് കുറേയൊക്കെ എടുക്കാതെ വെക്കുന്നത്. ഇവിടെ ഒരു ആൽക്കഹോളിൻ്റെ സെക്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഗൈസ് ഈ കാണുന്നതാണ് ബീറിൻ്റെ സെക്ഷൻ. കേസായിട്ട് മാത്രമേ ഉള്ളൂ, പീസായിട്ടില്ലാന്ന്. ഇത് ഫുള്ള് ബീറിൻ്റെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സാണ് ഇവിടെ ഉള്ളത്. ഇത് ആൽക്കഹോൾ. ഈ കാണുന്നത് ഇതൊരിക്കലും മദ്യപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഈ കാണുന്നത് ഒരു കോക്ടെയിലാണ്. അത് നമ്മളിപ്പോൾ നേരെ വാങ്ങുക, ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് ഫ്രോസൺ ചെയ്തിട്ട് നമ്മൾ ഐസ്ക്രീമുമായി കഴിക്കാം. സിപ്പപ്പുമായി കഴിക്കാം. ഇതിന് 10 പൗണ്ടാണ് വരുന്നത്. വിത്ത് വാറ്റ് അടക്കം 1198 ആണ് വരുന്നത്. ഗൈസ് ഈ കാണുന്നത് ഒരു ചൈനീസ് ബ്രാൻഡാണ്. ഇതിന് വരുന്നത് ജാപ്പനീസ് ബ്രാൻഡാണ്. അങ്ങനത്തെ ഒരു പേരാണ്. എന്തോ ഒരു കടിച്ചാൽ പൊട്ടാത്ത പേരാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് വരുന്നത് 35.98 വരുന്നത്. ഇതേതാ ബിസ്കിയാണത്? അല്ലല്ലോ, അല്ല ഏതാ ബ്രാൻഡ് തന്നെ മനസ്സിലാവുന്നില്ല. അതിന് കടിച്ചാൽ പൊട്ടാത്ത പേര്. പക്ഷെ ഇത് ഏതാ സാധനമൊന്നും മനസ്സിലാവുന്നില്ല, ഏത് കാറ്റഗറി പെട്ട മദ്യമാണെന്ന്. ഇവിടെ മദ്യത്തിന് ഒരുപാട് സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇൻക്ലൂഡ് വാറ്റും വിത്ത് വാട്ടും വിത്തൗട്ട് വാറ്റുമാണ്. നമ്മളെ നാട്ടിലെ VIP സാധനം VSOP 30 പൗണ്ടാണ് ചാർജ്. ഇൻക്ലൂഡിങ് വാറ്റ് അടക്കം 35 വരും. 35.98 വരും. ഏതൊക്കെയോ ബ്രാൻഡുകളുണ്ട്. ഇതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കിട്ടുമോ? ഈ കാണുന്നത് ഒരു വോഡ്ക്കയാണ്. 2 ലിറ്ററിൻ്റെ 1.75 ലിറ്റർ വരുന്നത്. ഏകദേശം എൻ്റെ കയ്യിൻ്റെ നീളം തന്നെ വരുന്നുണ്ട്. 39.58 ആണ് അതിന് വരുന്ന ചാർജ്. ഇവിടെ വേറെ ഏതൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഏതൊക്കെയോ ബ്രാൻഡുകളുണ്ട്. ഇതിന് വരുന്നത് 47.99 വരുന്നത്. സ്കള്ളിൻ്റെ 2 ബ്രാൻഡുണ്ട്. എല്ലാം വോഡ്ക്കയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഇതിൽ വോഡ്ക്ക സെക്ഷൻ ബ്ലാക്ക്, ഡബിൾ ബ്ലാക്ക്, ബ്ലാക്ക് ലാബ്, ഡബിൾ ബ്ലാക്ക് വരുന്നത് ടോട്ടൽ എമൗണ്ട് വരുന്നത് 28.78 ആണ് വരുന്നത്. ഇത് പിന്നെ വൈൻ സെക്ഷൻ. ഒരുവിധം എല്ലാ കൺട്രീസിൻ്റെ വൈനും ഇവിടെ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. ചെറുത് അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 പൗണ്ട് മുതൽ അവിടുന്ന് മേലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വൈൻ്റെ ഇതുണ്ട് കാറ്റഗറി. കുഴിഭാഗം ഹോളെന്നൊക്കെ അപ്പോൾ ഇവിടെയാണ് മനസ്സിലാക്കുക നല്ല വൈനാണോ ടേസ്റ്റി ആയിട്ടുള്ള വൈനാണോ എന്ന് ഈ കുഴി കണ്ടാൽ മനസ്സിലാക്കും. നല്ല ഡീപ്പായിട്ടുള്ള കുഴിയാണെങ്കിൽ നല്ല ടേസ്റ്റ് നല്ല ഗുഡ് ആയിട്ടുള്ള വൈനാണ്. ഇതൊക്കെ ഇതുണ്ടോ? ഏകദേശം 1.5 ഇഞ്ച് പോകുന്നുണ്ട്. ഇത്രയും ഇത് നല്ല വൈൻ. വേറെ ഒന്ന് കാണിച്ചതാ. ഇത് കണ്ടോ? തീരെ ഹോളില്ല. ആവറേജ് ഇതായിരിക്കും. തീരെ ഇല്ല. കണ്ടോ? തീരെ ഇല്ല. അതിന് ടേസ്റ്റ് കുറവായിരിക്കും. നല്ല വൈനായിരിക്കും. ഡീപ്പായിട്ടുള്ളതാണ്. നല്ല സെറ്റായിട്ടുള്ള ഒരെണ്ണം കൂടി ഞാൻ കാണിക്കും. നോക്കിയാൽ ഇത് കണ്ടോ? നോക്ക്. വൈൻ ഇങ്ങനെ ഒരു കാര്യം നോക്കണ്ടെന്ന് ഞാൻ അപ്പോഴാട്ട് അറിയുന്നത്. അവിടെ നോക്കിയത് ഇതും തീരെ ഉണ്ടാവില്ലേ? ഇത് നല്ല ഡീപ്പാണ്. നോക്കി
ആ ഡീപ്പിന് കാര്യമുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈന് വരുന്ന റേറ്റ് എന്ന് വരുന്നത് 64.99 പൗണ്ടാണ്. അതായത് ഇൻക്ലൂഡിങ് വാറ്റ് അടക്കം വരുന്നത് 77.98 ആണ് വരുന്നത്. ഇതിന് വാറ്റ് ഇല്ല, ഇതിന് വരുന്നത് 449 ആണ് വരുന്നത്. അപ്പുറത്തുള്ള വൈറ്റ് ബോക്സ്, ആ ബോക്സ് കാണിച്ചു കൊടുത്തത് ആ വൈറ്റ് അതായത് ഇത് മറ്റേ വൈറ്റ് കളറിലേക്കാണ്. ഇതിന് വരുന്നത് 449 വരുന്നത്. ഓൾമോസ്റ്റ് 50 എഗ്ഗറ്റും അതിനകത്തുണ്ടെന്ന് പറയുന്നത്. ഇത് നാടനാണ്. ഇതിൻ്റെ കാര്യം തന്നെ നാടനാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് ഇതിൻ്റെ ഗൈസ്. ഇവിടെ ഒരു വെറൈറ്റി ടീ ബാഗ് ഉണ്ട്. ഇതിന് വരുന്നത് 10 പൗണ്ടാണ്. ഇതിൽ ഒരു 2, 3, 9 ഫ്ലേവർ ടീ ബാഗുകൾ വരുന്നുണ്ട്. ജാസ്മിൻ ഗ്രീൻ ടീ, കാർഡമൻ ടീ, മിന്റ് ടീ. എങ്ങനെയുണ്ട് നോക്കാം, അത് എടുക്കും, ട്രൈ നോക്കാമല്ലോ, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. വേറെ ഫ്ലേവറുകൾ വരുന്ന ടീ ആണ്, എന്തായാലും നോക്കുക. ഇത് നല്ലൊരു ഐറ്റമാണ് ഗൈസ്. ഇവിടെ UK-യിലുള്ള ആൾക്കാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടു വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു ഫ്ലേവർ സാധനമാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള പുളി. ചില ആൾക്കാർക്ക് നൊസ്റ്റാൾജി ഒഴിക്കാൻ സാധനം. ഇനിയിപ്പോൾ നേരെ ബില്ലിങ്ങിലേക്കാണ് പോകുന്നത്. ബില്ലടിക്കാനുള്ള ക്യൂ ആണിത്. നേരെ ഇനി പോയിട്ട് ബില്ലടിക്കാം. അതിൽ അമേരിക്കൻ എക്സ്പ്രസ് ആഡ് ചെയ്തില്ലോ? ഇല്ല. ഞാനിപ്പോൾ ഇത്രയും സാധനം മേടിച്ച് ഇവിടെ നിന്ന് എനിക്ക് ആകെ ആയ ചാർജ് തന്നാൽ 66-65 ആണ് ഇപ്പോൾ ചാർജ് ആയത്. പിന്നെ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ അത് അധികം കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം അത് ഇടങ്ങേറായിരിക്കും. പിന്നെ ഇവിടുന്ന് കാറ് വാങ്ങാൻ, ക്ലംജീൻ്റെ കാറ് വാങ്ങാനുള്ളൊരു ഓഫറുണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഇവിടെ വരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടുന്ന് മെമ്പർഷിപ്പ് കാർഡ് എടുക്കണം. അത് ഇതാണ് വരുന്നത്. ഓരോ കാർഡിനും ഓരോ റൈറ്റാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ചെക്കിങ് ചെയ്തിട്ട് നേരെ പുറത്തിറങ്ങാം. ഇപ്പോൾ ഒരു സമയത്ത് കഴിഞ്ഞു. സമയാമി എത്രയാണ്? നോക്കട്ടെ സെക്കൻഡ്. 4:30. ഇപ്പോൾ ഇവിടെ 4:30 ആയിട്ടാണ് കഴിച്ചത്. ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞാൽ 6 പോലെ ആയ മാതിരിയാണ്. വലിയ തണുപ്പൊന്നുമില്ല, കാറ്റേ ഉള്ളൂ. കാറ്റ് പോലെ ഉള്ള മറ്റേ ഇത് പറഞ്ഞാൽ നല്ല മാരക തണുപ്പായിരുന്നു. പെട്രോൾ അടിക്കണ്ടേ? മുന്നിലേക്ക് വെച്ചോ. പെട്രോൾ അടിക്കണ്ടേ? ഫൈനലി നമ്മളിപ്പോൾ അങ്ങനെ സാധനമൊക്കെ മേടിച്ചപ്പോൾ കാറ് കയറി. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സെക്ഷനൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് നമ്മൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. പിന്നെ അത് കൂടാതെ ഇവിടെ ഇവരെ കോസ്കോൻ്റെ കാർഡ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കാസിൻ്റെ ചെറുതായിട്ടുള്ള ഈ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിനെന്തൊക്കെയോ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. ഞാൻ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കുക അവിടെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടയർ മാറ്റുന്നതിനും ഒക്കെ കുറേ പൈസ ഡിസ്കൗണ്ട് ഉണ്ട്. അത് കൂടാതെ ഈ കാണുന്ന പെട്രോൾ പമ്പ് ഉണ്ട്, ഇത് പെട്രോൾ പമ്പാണ് കാണുന്നത്. അപ്പോൾ അവിടുന്ന് പെട്രോൾ അടിക്കുന്നതിനൊക്കെ ഒരുപാട് ഡിസ്കൗണ്ടുകളുണ്ട്. ഡിസ്കൗണ്ട് അല്ല, സംഗതി സാധാരണ പുറത്തുള്ളതിനെക്കാട്ടും ചെറിയ പൈസയിൽ എന്തോ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അധികം പെട്രോൾ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടുന്ന് അല്ലെങ്കിൽ ടെസ്കോ, ഈ 2 സ്ഥലങ്ങളിലാണ് ഞാൻ മെയിനായിട്ട് പെട്രോൾ അടിക്കുന്നത്. ഇനിയിപ്പം വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ, ടേക്ക് കെയർ ഗൈസ്.